ഇത് എവിടെയാ പോയേക്കുന്നത്? എത്ര സമയമായി ഞാൻ വന്നിട്ട്? ഫോൺ ചെയ്തോക്കാം, എവിടെ എത്തിയെന്നറിയാലോ. വിളിച്ചാ പിന്നെ ഫോൺ എടുക്കില്ലല്ലോ, അത് പിന്നെ ഇവളുടെ സ്ഥിരം പരിപാടിയല്ലേ. ഹലോ ഹലോ, എടി ലച്ചു, നീ ഇത് എവിടെയല്ലേ? എടി ഞാനിവിടെ ബീച്ചിലെ ഈ സൈഡിൽ കോർണറിലുണ്ട്, നീ നോക്കിയാ എനിക്ക് നിന്നെ കാണാം. എവിടെ എവിടെ? എനിക്ക് കാണുന്നില്ലല്ലോ. ആ കണ്ട് കണ്ട്, തെങ്ങിന്റെ ആ സൈഡ് അല്ലേ? ആ ശരി ശരി, ഞാൻ വരാം അങ്ങോട്ട്. നീ അവിടെ തന്നെ നില്ലേ. എടി ഞാൻ എത്ര സമയമായി വന്നിട്ട്? ഞാനും കുറെ സമയം ഇങ്ങോട്ട് വന്നിട്ട്, എന്നിട്ട് എനിക്കെന്നെ കണ്ടില്ലല്ലോ. ഞാനിവിടെ കടൽ നോക്കി ചുമ്മാ അവിടെ ഇരിപ്പായിരുന്നു. എന്നാ നിനക്കൊന്ന് വിളിച്ചു പറഞ്ഞൂടെ? അല്ല, നീ എന്താ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത്? നിന്റെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ കഴിഞ്ഞില്ലേ? എടി അതൊന്നുമല്ല, എനിക്ക് ബീച്ചൊക്കെ കാണുമ്പോൾ ആകെ സങ്കടം വരാം. ആ പിന്നെ ബീച്ച് കാണുമ്പോൾ സങ്കടം വരുന്നല്ലോ. എടി നീ അവനെ ഇതുവരെ മറന്നില്ലേ? എന്നോടല്ലേ ഞാൻ പറഞ്ഞത് അവന് വിട്ട് വിട്ട് വിട്ടെന്ന്. പിന്നെ 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 അവനെ നിന്ന് അങ്ങനൊന്നുമില്ല, മറക്കൊക്കെ ചെയ്ത്. പിന്നെ നിന്റെ മുഖത്ത് എഴുതി വെച്ചിരിക്കുന്നുണ്ടല്ലോ നീ മറന്നു പറഞ്ഞിട്ട്. നീ അതൊക്കെ വിട്, കുറച്ച് ചില്ലാവ്. അവന് നിന്നെ വേണ്ടാന്ന് പറഞ്ഞിട്ട് പോയതല്ലേ? അല്ലാണ്ട് നീയൊന്നും ഒഴിവാക്കിയതൊന്നുമില്ലല്ലോ. അവന് വേണ്ടാന്ന് പറഞ്ഞിട്ട് പോയി, പിന്നെ നീ അവനെയും വിചാരിച്ചിട്ട് അതേ സങ്കടത്തിലിരിക്കുന്നു. നീ പോയത് പോയി. എനിക്ക് വിഷമമൊന്നുമില്ല. ഞാൻ ഓർമ്മിക്കൊന്നുമില്ല. പിന്നെ ഈ ബീച്ചിന്റെ സൈഡ് വന്നപ്പോൾ എനിക്ക് അവനെ ഓർമ്മയായി. അപ്പോൾ ഒരു വിഷമം അത്രേ ഉള്ളൂ. പിന്നെ ഈ വഴിയൊക്കെ പണ്ട് അവനെ വിളിച്ച് വന്നതല്ലേ, അങ്ങനെ അവനെ പറ്റി ഓർമ്മയായി. ആ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ. അതൊക്കെ പോട്ടെ. വാ നമുക്ക് അങ്ങോട്ട് ബിരിയാണി കഴിക്കാൻ വാ. എനിക്കൊന്നും വയ്യ ഈ നട്ടാപ്പ് ഒരു വെയിലത്ത് ബിരിയാണി കഴിക്കാൻ. ഞാനിവിടെ ഇരിക്കാം, നീ അങ്ങോട്ട് പോയി വാ. ഞാനിവിടെ തന്നെയുണ്ട്, നീ അങ്ങോട്ട് പോയി വാ. ബിരിയാണി ഇട്ടൊക്കെ വാ. ഞാനേ കപ്പലണ്ടി വാങ്ങിച്ചോണ്ട് വരാം. ഓക്കെ? ആ ശരിടി, ഞാൻ കുറച്ച് അങ്ങോട്ട് വെള്ളത്തിൻ്റെ അടുത്ത് പോന്നേ. വേറെ വല്ല ഉദ്ദേശമൊന്നുമില്ലല്ലോ? ഓ പിന്നെ വേറെ വല്ല ഉദ്ദേശം? ഒന്ന് പോയേടി. ഞാനേ അവിടെ വെള്ളത്തിൻ്റെ അടുത്തുണ്ട് കേട്ടാ. ആ ശരി ശരി, ഞാനേ കപ്പലണ്ടി വാങ്ങിച്ചോണ്ട് വരാം. സോറി ചേട്ടാ, കണ്ടില്ലായിരുന്നു. അതിനെന്താ സോറി, ഞാൻ അറിയാണ്ട് ഇതാക്കിയതല്ലേ, സാറില്ല. ഇങ്ങോട്ടൊന്നും അധികം വരണ്ടട്ടാ, ഇവിടെയൊക്കെ നല്ലോണം തിര വരുന്ന സ്ഥലമല്ലേ. ശരി ചേട്ടാ. ഇവിടെ നല്ലോണം തിര വരുന്നുണ്ട്, അതുകൊണ്ട് നീ അങ്ങോട്ട് പോയിക്കോ. അവിടെ ആണെങ്കിൽ കുറച്ചേ തിര വരുന്നുള്ളൂ. ശരി ചേട്ടാ, ഞാൻ അങ്ങോട്ട് പോയേക്കാം. കൂടെ ആരും വന്നില്ലേ? ആരും കാണുന്നില്ല? എൻ്റെ ഫ്രണ്ട് അവിടെ ഉണ്ട്. കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ കഥകൾ കൈമാറും അനുരാഗമേ, നീയറിഞ്ഞോ നിന്നിലോടും മോഹഗംഗാജലം, മധുരദേവാമൃതം മധുരദേവാമൃതം. അതാരാടാ നീ ഇതുവരെ സംസാരിച്ചോണ്ടിരുന്നത്? ആരാ? എനിക്കറിയത്തൊന്നുമില്ല. എന്നിട്ടാണോ നീ ഇതുവരെ സംസാരിച്ചത്? എന്തോ കള്ള ലക്ഷണം മണക്കുന്നുണ്ടേ. ഒന്ന് ചുമ്മാ പോയേടാ, അങ്ങനൊന്നുമില്ല. ആ മുഖത്ത് കാണുന്നുണ്ട് ട്ടാ. വാ അല്ലയോ, നമുക്ക് പോവാം വാ. അതൊന്നുമില്ല. നടക്കട്ടെ നടക്കട്ടെ. മുഖത്ത് നല്ലോണം ബ്ലഷ് ഒക്കെ വരുന്നുണ്ട്. ഒന്ന് ചുമ്മാ പോയേടാ. എനിക്ക് ആ കൊച്ചിനെ കണ്ടപ്പം തന്നെ ക്രഷ് അടിച്ചു. അത് എനിക്ക് നിന്നെ കണ്ടപ്പം തന്നെ തോന്നിയായിരുന്നു. അതാരാടി നീ സംസാരിച്ചോണ്ടായേ? എനിക്കറിയില്ല. എന്നിട്ടാണോ നീ കുറെ സമയം സംസാരിക്കുന്നുണ്ടായത്? അതൊന്നുമില്ല, അവൻ ഓടിക്കൊണ്ട് വരുമ്പോ ജസ്റ്റ് ക്ലാഷ് ആയതാ. ക്ലാഷ് ആയത് തന്നെ. അറിയാം അറിയാം. അത് പോട്ടെ, നീ കപ്പലണ്ടി വാങ്ങിക്കാൻ പോയിട്ടല്ലേ? ഞാൻ കപ്പലണ്ടി വാങ്ങിക്കാൻ പോയിട്ടേ. കപ്പലണ്ടി വാങ്ങിക്കുന്നത് വേണ്ട, നമുക്ക് എവിടെയെങ്കിലും പോയിട്ട് ഫുഡ് അടിച്ചാലാ, എന്നിട്ട് വീട്ടിൽ പോവാം. ശരിയാ, ഞാനും അതെന്നെ വിചാരിക്കുന്നത്. വെറുതെ ഇവിടെ ഇരുന്നിട്ട് എന്തിനാ, നമുക്ക് വീട്ടിൽ പോവാം. ഫുഡ് അടിക്കുന്ന വേണ്ട, ഹോട്ടലിൽ പോയിട്ട് അടിക്കുന്ന വേണ്ട, നമുക്ക് പാർസൽ കൊണ്ടുപോവാം. ശരി ശരി, അതാ നല്ലത്. എന്നാ പോവാം.